ഫ്രാൻസ് നിർമ്മിച്ച റഫേൽ വിമാനം ചൈന തകർക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് കച്ചവടപരമായാണ്. ഇതിനെതിരെ നിരന്തര വ്യാജ പ്രചരണമാണ്. അത് തകർന്നു വീണു, പറന്നു വീണു, മലർന്നു വീണു. എന്താണ് സംഭവിച്ചത്? ഈ ചൈന വളരെ പണ്ടേ ഇങ്ങനെയാണ്. ഈ വ്യാജ പ്രചാരണങ്ങൾ നടത്താനും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ മിടുക്കരാണ്. നമുക്കറിയാം, ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുമുണ്ട്, ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്താൽ തന്നെ നമുക്കറിയാമല്ലോ. നമ്മളത് ഇവിടെ ഈ ചൈനീസ് ഷോപ്പുകൾ തന്നെ നമുക്കിവിടെ ഉണ്ട്. അവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വളരെ വില കുറഞ്ഞ ചീപ്പ് സാധനങ്ങളുണ്ട്, എന്നാൽ ക്വാളിറ്റിയുള്ള സാധനങ്ങളുമുണ്ട്. അപ്പോൾ ഈ പ്രതിരോധ മേഖലയിലും ചൈനയ്ക്ക് ഇപ്പോൾ ചൈന വാസ്തവത്തിൽ പ്രതിരോധ മേഖലയിൽ അമേരിക്കയുടെയോ റഷ്യയുടെയോ ഒന്നും അടുത്തെത്താൻ പറ്റുന്ന അങ്ങനെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു മേൽക്കൈ ചൈനയ്ക്ക് ഇല്ല. ചൈന അവിടെ സ്വല്പം പുറകിലാണ്. ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ ഇന്ത്യയേക്കാൾ പുറകിലാണ് എന്ന് പറയേണ്ടി വരും. മിസൈൽ ടെക്നോളജി രംഗത്തൊക്കെ ഇന്ത്യ വാസ്തവം പറഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഒക്കെ കനത്ത വെല്ലുവിളി ഉയർത്തി ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചൈന ബഹുദൂരം പിന്നിലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ ഇവിടെ ചങ്കിലെ ചൈന എന്നും പറഞ്ഞ് ചൈനയെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇതൊന്നും സമ്മതിച്ചു തരത്തില്ല. അവർക്ക് ചൈന വലിയ വാഗ്ദത്ത ഭൂമിയൊക്കെയാണ്. പണ്ട് USSR എങ്ങനെയായിരുന്നോ അതുപോലെ ചൈന അവർക്കൊരു വാഗ്ദത്ത ഭൂമി. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിന്നെ ചൈനയായി. അങ്ങനെയുള്ള ഈ ചൈന നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് ഒരു പ്രചാരണമുണ്ടായി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ളവർ, ഈ രാഹുലും ചൈനയുമായിട്ടുള്ള ധാരണ നമുക്കറിയാവുന്നതാണല്ലോ. ചൈനയിൽ നിരന്തരം സന്ദർശിക്കുക, രഹസ്യ ചർച്ചകൾ നടത്തുക, ചൈനയ്ക്ക് വേണ്ടി വായ്ത്താരി ഇടുക, ചൈനയ്ക്ക് വേണ്ടി പത്രസമ്മേളനങ്ങൾ നടത്തുക, ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇതൊക്കെയാണ് രാഹുലിൻ്റെ സ്ഥിരം പരിപാടി. രാഹുലിൻ്റെ മാതൃഭൂമി ഇന്ത്യയല്ല, ചൈനയാണ് എന്നാണ് പലപ്പോഴും തോന്നുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പണ്ട് വിവാദം തന്നെ ഉണ്ടായിരുന്നു. എംബസിയിൽ സന്ദർശനം നടത്തി വലിയ വിവാദങ്ങൾ നൽകും. അത് സംബന്ധിച്ചൊക്കെ പല പരാതികളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നൊരു പ്രചാരണം ഉയർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രചാരണം നടത്തിയത് പാകിസ്ഥാനല്ല. ഈ പ്രചാരണം ആരംഭിച്ചത് ഇന്ത്യക്കകത്തുനിന്നാണ്. അത് ആർക്കു വേണ്ടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം റഫേൽ വിമാനങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്നും രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ ചൈനയുമായി അവർ മറ്റൊരു കാര്യം, ഇത് ചൈനീസ് മാധ്യമങ്ങളാണ് ആരംഭിക്കുന്നത്. അതിനെ ഇന്ത്യയിലെ നേതാക്കൾ ഏറ്റെടുക്കുകയാണ്. ചേട്ടാ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചങ്കിലെ ചൈനക്കാർ ഏറ്റെടുക്കുകയാണ്. ചങ്കിലെ ചൈനക്കാരും ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ രാഹുൽ ഗാന്ധിയും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവർക്ക് ഇന്ത്യൻ ആർമി പറയുന്നത് വിശ്വാസമില്ല. ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ഒട്ടുമേ വിശ്വാസമല്ല. പോട്ടെ, നമ്മുടെ സൈന്യം പറയുന്നത് വിശ്വസിക്കാമല്ലോ. ഈ വിമാനം തകർന്നെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ? ഈ വിമാനത്തിന് കേട് സംഭവിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അവർ ഇവിടുന്ന് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് തിരിച്ച് ആക്രമണങ്ങളുണ്ടാവും, പ്രതിരോധങ്ങളുണ്ടാവും. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് വിമാനങ്ങൾക്ക് കേട് സംഭവിച്ചിട്ടുണ്ടാകാം. അതാരും അതിനെക്കുറിച്ച് നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു വിമാനം പോലും തകർന്നതായിട്ടോ നമ്മുടെ ഒരു പൈലറ്റ് പോലും പാകിസ്ഥാൻ്റെ പിടിയിലായതായോ റിപ്പോർട്ടുകളില്ല. പിന്നെ എന്തിനാണ് ഈ പ്രചാരണം നടത്തുന്നത്? ഇപ്പോൾ അത് ചൈന ഈ റഫേലിനെ പാകിസ്ഥാൻ വീഴ്ത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ചൈനയുടെ ജെ തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ ഉപയോഗിച്ചു. J-16, J-10 എന്നൊക്കെ പറയുന്ന വിമാനങ്ങൾ ഈ ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചു. നമ്മുടെ മിസൈലുകൾ അതിനെല്ലാം അടിച്ച് തകർത്തിട്ടു. പാകിസ്ഥാൻ്റെ ഈ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ F തലമുറയിൽപ്പെട്ട വിമാനവും അതുപോലെ ചൈനയിൽ നിന്ന് വാങ്ങിയ J തലമുറയിൽപ്പെട്ട വിമാനവും തകർന്ന കാഴ്ച ലോകം കണ്ടതാണ്. ഇത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം പല രാജ്യങ്ങളിലും ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം മാത്രമല്ല, ചൈന നൽകിയ മിസൈലുകൾ രാജസ്ഥാന്റെ അതിർത്തിയിൽ പൊട്ടാതെ കിടപ്പുണ്ട് അവിടെ. ഞാൻ ആദ്യമേ പറഞ്ഞത്, ചൈനയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഉണ്ട്, നല്ല സാധനങ്ങളുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് പാകിസ്ഥാനെ അടിച്ചേൽപ്പിച്ചത്. കുറേ കാശും അവിടുന്ന് വാങ്ങി. പക്ഷേ പാകിസ്ഥാന് വളരെ പെട്ടെന്ന് അപകടം മനസ്സിലായി. അതുകൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ഈ ആയുധ വ്യാപാരം നിർത്തിവെച്ചിട്ട് ജർമ്മനിയിലേക്കൊക്കെ തിരിഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ഈ J തലമുറയിൽപ്പെട്ട വിമാനം വലിയ തോതിൽ ചൈന വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ റഫേൽ തന്നെ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾ വാങ്ങിയതിൽ ഏതാണ്ട് 500 ചില്ലുവാനം, കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 533 റഫേൽ വിമാനങ്ങൾ ഇതുവരെ ഫ്രാൻസ് വിറ്റിട്ടുണ്ട്. ഈ ദസോ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി വിറ്റിട്ടുണ്ട്.
അപ്പോൾ അതിനെ മറികടക്കാനാണ് ചൈന ഈ 5ാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 5ാം തലമുറ വിമാനം കയ്യിലുണ്ട് എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ അത് റഷ്യയോ അമേരിക്കയോ ഒന്നും അങ്ങനെ അംഗീകരിക്കുന്നില്ല. ചൈനയുടെ കയ്യിൽ അത്രയും വലിയ ടെക്നോളജി ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നില്ല. എന്തായാലും അതൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പല ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട പല ചേരിപ്പോരുകളൊക്കെയാണ്, നമുക്കത് വിടാം. പക്ഷേ ഈ പാകിസ്ഥാൻ്റെ കൈവശമുണ്ടായിരുന്ന ചൈനീസ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു എന്ന് വന്നപ്പോൾ ചൈനയുടെ ഓഹരി വിപണി വല്ലാണ്ട് തകർന്നു. പ്രത്യേകിച്ചും ഈ ആയുധ നിർമ്മാണ മേഖലയിൽ ആയുധ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ കൂപ്പി കുത്തനെ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം. ഇതിന്ന് ചൈനയ്ക്ക് കിട്ടിയത് മുഖമടച്ചുള്ള ഒരു അടിയാണ്, ഒരു വല്ലാത്ത പ്രഹരമാണ് കിട്ടിയത്. ചൈനയുടെ തല കറങ്ങി നിലത്തിരുന്നു പോയി. ചൈന അതിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ റഫേലിനെതിരെ ഈ വ്യാജ പ്രചാരണം നടക്കുന്നത്. റഫേൽ വീഴ്ത്തി, റഫേൽ അടിച്ചിട്ടു, ഇന്ത്യയുടെ കൈവശമുള്ള റഫേൽ പാകിസ്ഥാൻ അടിച്ചിട്ടു, അതും പാകിസ്ഥാനെ പോലെ ഒരു ദുർബലമായ രാഷ്ട്രം റഫേലിനെ തകർത്തു എന്ന് പറഞ്ഞാൽ അത് ഈ റഫേലിനും അതിൻ്റെ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷനും അതുപോലെ തന്നെ ഫ്രാൻസിനും ഒരു കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ റഫേലിന് ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒരു പക്ഷേ അവർ ഓർഡർ ക്യാൻസൽ ചെയ്താലും ഇന്ത്യ തന്നെ 26 വിമാനങ്ങൾക്ക്, നേവിക്ക് വേണ്ടി 26 വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. 22 ഫൈറ്റർ ജെറ്റുകളും 4 എണ്ണം പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ളതും അടക്കം 26 എണ്ണം. അത് ഇന്ത്യ ഓർഡർ ക്യാൻസൽ ചെയ്താൽ, വാസ്തവം പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ റഫേലിനെ പാകിസ്ഥാൻ അടിച്ചിട്ടെങ്കിൽ ഇന്ത്യ ഈ 26 വിമാനങ്ങൾക്ക് ഓർഡർ കൊടുക്കുമോ? ആ ഓർഡർ ഇന്ത്യ റദ്ദാക്കില്ലേ? അത്ര പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എന്തായാലും ശരി, ഈ ചൈന ഇങ്ങനൊരു വ്യാജ പ്രചാരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഈ ദസോ ഏവിയേഷൻ്റെയും റഫേലിൻ്റെയും ക്രെഡിബിലിറ്റി തകർക്കാനാണ്. തകർത്ത് പകരം ഞങ്ങളുടെ വിമാനം, ഈ തലമുറയിൽപ്പെട്ട J-10, J-16 തുടങ്ങിയ വിമാനങ്ങൾ, അതിൻ്റെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും, അത് വളരെ മികവുറ്റതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ചൈന ഈ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ ചൈനയ്ക്ക് അതിനകത്ത് മറ്റൊരു ഭയമുണ്ട്. കാരണം റഫേൽ ഇന്ത്യയിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഇന്ത്യയുടെ കൈവശം റഫേൽ ഉള്ളിടത്തോളം കാലം ഈ ചൈനീസ് അതിർത്തിയിൽ വലിയ എന്താ പറയുക, ഈ അതിർത്തി മാന്തി കയറുന്ന സ്വഭാവമുണ്ട്, നുഴഞ്ഞുകയറ്റം. അത് നടക്കില്ല. ഈ അതിർത്തി കയ്യേറാനുള്ള ശ്രമം അത്ര കാര്യമായിട്ട് നടക്കില്ല. കാരണം ഇന്ത്യ വന്ന് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ റഫേൽ ഈ നീക്കത്തെ തകർക്കാൻ സാധിക്കും. അത് ചൈനയ്ക്ക് വലിയ ഭയമുണ്ട്. മാത്രമല്ല ചൈനയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഈ റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചെത്താനും അവിടെ ബോംബിംഗ് നടത്തി മടങ്ങാനും റഫേലിന് സാധിക്കും എന്ന് ചൈനയ്ക്കറിയാം. അതൊക്കെ കൊണ്ടാണ് ചൈന ഈ റഫേലിൻ്റെ മുനയൊടിക്കാൻ വേണ്ടിയിട്ട്, റഫേലിൻ്റെ മികവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മേന്മകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യാജ പ്രചാരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രചാരണം നടത്തിയിട്ട് എന്ത് ചെയ്യാനാണ് അല്ലേ? അതെ, കാരണം ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ തന്നെ, എല്ലാ അടിയും വാങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വിജയിച്ചെന്ന് പറഞ്ഞാൽ അതെ, അത് അത്രയേ ഉള്ളൂ. ചൈനയും ഇതൊക്കെ ഈ വ്യാപാര യുദ്ധമാണ്, ശ്രമിച്ചു നോക്കുന്നതാണ്. ഇപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് നഷ്ടമില്ല, അത് ഫ്രാൻസിനാണ് നഷ്ടം. ഇനി ആ രാജ്യവുമായി ശത്രുതയിലേക്ക് പോകും. അതേസമയം ഫ്രാൻസ് ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് റഷ്യയിൽ നിന്നാണെങ്കിലും ഫ്രാൻസിൽ നിന്നാണെങ്കിലും അമേരിക്കയിൽ നിന്നാണെങ്കിലും വാങ്ങുന്ന സാധനം കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. നമുക്കതിനുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉണ്ട്, നമുക്കതിനുള്ള വിദഗ്ധമായ പരിശീലനം നേടിയ എഞ്ചിനീയർമാരുണ്ട്. പക്ഷെ നിങ്ങൾ പാകിസ്ഥാൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ചൈന കൊടുത്ത മിസൈലുകളും ചൈന കൊടുത്ത വിമാനവും എല്ലാം ഉപയോഗിക്കാൻ അവിടെ ചൈനയുടെ എഞ്ചിനീയർമാർ അവിടെ വരേണ്ടി വന്നു. ഇതാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യയുടെ DRDOയും മറ്റുമൊക്കെ ഈ ഡിഫൻസിൽ നടക്കുന്ന ഗവേഷണങ്ങൾ, നമ്മളൊരു സാധനം വാങ്ങിയ ഇപ്പോൾ S-400 നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി S-400 സുദർശന എന്ന പേരിട്ട് നമ്മളത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമാക്കി മാറ്റിയത്. അത് എന്തുമാത്രം സക്സസ് ആയിരുന്നു, എന്തുമാത്രം വിജയിച്ചു എന്നുള്ളത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു. പാകിസ്ഥാൻ്റെ ഒരു മിസൈൽ പോലും അല്ലെങ്കിൽ ഒരു വിമാനം പോലും, പോർവിമാനം പോലും ഇന്ത്യൻ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ സാധിച്ചില്ല. ഇതിനെല്ലാം അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രോണുകൾ, ഈ ഡ്രോണുകളെ നശിപ്പിക്കാൻ നമ്മുടെ ആകാശ് മിസൈലിന്, അത് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. ഈ ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകൾ, അതിന് സാധിച്ചു. ഇതൊക്കെ വലിയ നേട്ടമാണ്. അവിടെ ഈ നേട്ടത്തെ എല്ലാം ഇകഴ്ത്തി കാണിക്കാനും അതിലൂടെ വ്യാപാരം നശിപ്പിക്കാനും നമുക്ക് കിട്ടുന്ന വരുമാനം ഇല്ലാതാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ശത്രുരാജ്യങ്ങൾ ശ്രമിക്കും. അതിൽ മുൻപന്തിയിൽ ചൈന ഉണ്ട് എന്ന് ഇന്ത്യക്ക് അറിയാം. അത് ഇന്ത്യക്ക് അറിയാത്തൊരു രഹസ്യമൊന്നുമല്ല.
ഇവിടെ ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഈ ദസോ ഏവിയേഷൻ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വലിയ രീതിയിൽ ചൈനയ്ക്കെതിരെ പ്രതിരോധം ഉയർത്തി പിന്നെ ഈ വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അവർ ലോകം മുഴുവനും അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ പിന്നെ പരിശീലന പ്രദർശനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഈ വിമാനമടക്കമുള്ളവയുടെ പ്രദർശനങ്ങളുണ്ട്, അതിൻ്റെ ഈ പ്രദർശന പറക്കലുകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ആൾക്കാർ വാങ്ങുന്നത്, അല്ലാതെ വെറുതെ പോയി ആരും വാങ്ങത്തില്ലല്ലോ. ഈ വാങ്ങുന്നവരുടെ ഒരു എഞ്ചിനീയറിംഗ് ടീം അവിടെ ചെന്ന് ഇത് പരിശോധിച്ച് കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള സംവിധാനം ഉണ്ടായിട്ടും ഈ വ്യാജ പ്രചാരണവുമായിട്ട് ചൈന വരികയാണ്. അതിന് കുടപിടിക്കാൻ ഇന്ത്യയിൽ തന്നെ ചങ്കില് ചൈനയെന്നും പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരും അതിന് കൂട്ടുനിൽക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇത് വളരെ ഒരു ദുരന്തമാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ചൈനയും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ ചില ആൾക്കാരും അവരും ഇത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സുരക്ഷയും നമ്മുടെ എന്താ പറയുക, നമ്മുടെ വികസന പദ്ധതികളും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഈ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്കിലും തിരിച്ചറിഞ്ഞ് ഈ ചൈനയ്ക്ക് വേണ്ടി നടത്തുന്ന അഞ്ചാം പത്തി പണി ഇനിയെങ്കിലും ഇവരൊക്കെ അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.